ഡൈജസ്റ്റ് ആവാത്ത ഫുഡെല്ലാം ചിലപ്പോൾ പുറത്തെടുത്തിട്ടുണ്ടാവും മുത്തശ്ശി. അതൊന്നും മുത്തശ്ശിക്ക് മനസ്സിലാവില്ല. ശരി, ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടറെ? ഇപ്പൊ കുറച്ച് മയക്കത്തിലാണ്. നിങ്ങൾ ഒന്നും കൊണ്ട് ഭയപ്പെടേണ്ട. കുറച്ച് കഴിയുമ്പോ കണ്ണു തുറന്നോളൂ. ഒരു 2 ദിവസത്തേക്ക് അങ്ങനെ തന്നെ അവള് കിടന്നാ വളരെ നല്ലതായിരിക്കും ഡോക്ടർ. ബോക്സ് എന്ന് പറയാതെ ഏതെങ്കിലും മൂലയ്ക്ക് കിടന്നോളൂ. എന്ന് ഞങ്ങൾ ഇറങ്ങുക. നിങ്ങളുടെ ഫീസ് എന്താണെന്ന് പറയും. വേണ്ട സാർ, ഫീസ് വാങ്ങണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ പിന്നെ കുറച്ചു മുമ്പ് ചോദിച്ചതോ? അത് ഞാൻ വെള്ളിയാഴ്ചയാണെന്ന് അറിയാതെയാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ മനസ്സിലായല്ലോ. വെള്ളിയാഴ്ച ദിവസം ഞാൻ പൊതുവെ ഫീസ് വാങ്ങാറുണ്ട്. എത്ര നല്ലവരാണ് നിങ്ങൾ. അല്ല, ഒന്നുകൂടി അത് പറഞ്ഞേ. നിങ്ങൾക്ക് എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ പറയൂ മുത്തശ്ശി. ഞാൻ ഇപ്പൊ തന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് അങ്ങ് പോവാം, അതും ഫ്രീ ആയിട്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഫ്രീ എന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങളെ തന്നെ വിളിക്കാം. ആ ഫോൺ നമ്പർ ഒന്ന് ഏൽപ്പിച്ചേക്കൂ. വിലാസിനി അമ്മയുടെ കയ്യിൽ ഉണ്ടല്ലോ അമ്മായി, ഞാൻ പിന്നീട് വാങ്ങിക്കോളാം. ബൈ. പേഷ്യന്റിനെ ശ്രദ്ധയോടെ നോക്കിക്കോളണേ. വാ വാ വാ, പോ. ഭഗവാനെ, ശ്രീദേവി ഇവിടുന്ന് പോയിട്ട് എന്തായാലും കുറെ നേരമായി. എന്താ ഇത്? വീട് ശുചിയാക്കുന്നതിന് പകരം ബോക്സിങ് കീക്സിങ് എന്നൊക്കെ പറഞ്ഞ് വയറുവേദന എടുത്ത് കിടക്കുകയാണ്. എന്തായാലും ആ ശ്രീദേവിയെ പുറത്തുവിടാതെ നോക്കിയല്ലോ. ദേവാ, നിനക്ക് കാപ്പിയോ മറ്റോ കൊണ്ടുവരട്ടെ? ഒരു മിനിറ്റ് അമ്മേ. ഇത് ശ്രീദേവിയുടെ തന്നെയാണല്ലോ. ശ്രീദേവി മുത്തശ്ശി, ശ്രീദേവി അകത്ത് കാണുന്നില്ല. എന്താ മോനെ നീ പറയുന്നത്? അതെ മുത്തശ്ശി, അവൾ ഒരുപക്ഷെ ബോക്സിംഗ് മത്സരത്തിന് പോയിട്ടുണ്ടാവും. എങ്ങനെ അവര് പറ്റിച്ചിരിക്കുന്നു? ആ വന്നവൻ ഡോക്ടർ തന്നെയാണോ? മാസ്ക് ഇട്ട് വന്നപ്പോ തന്നെ എനിക്ക് എല്ലാത്തിനെയും സംശയം തോന്നിയതാ. എടി ഗീതേ, എവിടെയാടി അവള് പോയത്? അയ്യോ, എനിക്കെങ്ങനെ അറിയാനാ അമ്മായി? റൂമിനുള്ളിലല്ലേ ഉണ്ടായിരുന്നത്. നീ എന്നോട് കള്ളം പറയുകയാണോ? വിലാസിനിയുടെ വീട്ടിൽ വന്ന ഡോക്ടർ എന്നും പറഞ്ഞ് ആരെയാടി നീ ഇവിടെ കൊണ്ടുവന്നത്? അയാൾ ശരിക്കും ഡോക്ടർ തന്നെ അമ്മായി. ശ്രീദേവി എങ്ങനെ രക്ഷപ്പെട്ടു പോയെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം. ശ്രീദേവിയെ ബോക്സിംഗ് മത്സരത്തിന് കൊണ്ടുപോകാൻ വേണ്ടി ശിവാനി ഒരുക്കിയ പ്ലാനാണിത്. എന്താടാ ഇത്?
അവള് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്നും പറഞ്ഞാണ് ഞാൻ രാത്രി മുഴുവൻ പട്ടിണി കിടന്ന് കാത്തിരുന്നത്. ഇവള് പുറത്തു പോയ കാര്യം അറിയുമ്പോ വയറ് കത്തി എരിയുകയാണ്. മോനെ ദേവാ, നിന്റെ ഭാര്യ മത്സരത്തിന് പോയി ഈ വീടിന്റെ മാനം കളയാൻ പോവാ. എന്താ നടന്നതെന്ന് ഈ ഗീതി ഒന്ന് വരട്ടി ചോദിക്കേ. പറയുകീതേ, എന്താ നടന്നത്? എനിക്കൊന്നും അറിയില്ല. അപ്പോ വയറുവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നീട് എന്താണ് സംഭവിച്ചെന്ന് സത്യമായിട്ടും എനിക്ക് അറിയില്ലെന്ന്. നാടകം കളിക്കാതെടി. അവൾ മത്സരത്തിനല്ലേ പോയിരിക്കുന്നത്? അറിയില്ല അമ്മായി. ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടോ? വീണ്ടും അഭിനയിക്കരുത്. ബുദ്ധിപരമായി എല്ലാവരും രക്ഷപ്പെട്ടു അല്ലേ? ശ്രീദേവിക്ക് എത്ര അടി കൊടുത്താലും അവള് പഠിക്കില്ല. എന്നെ അടിച്ചാലും സാരമില്ല. പക്ഷേ ശ്രീദേവിയുടെ ലക്ഷ്യം നടന്നേ പറ്റൂ. ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് വരദരാജ? വീണ്ടും അവളെ ഈ വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ ശ്രീദേവി നമ്മളോട് ക്ഷമ ചോദിക്കണം. അവള് വീണ്ടും വീട്ടിലേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം അച്ഛാ. എന്താ ചേച്ചി ഇത്? ഏട്ടനെ കണ്ട് നമ്മളല്ലേ എപ്പോഴും ചിരിക്കാറ്? ഏട്ടൻ എന്താ ഒരു കാര്യമില്ലാതെ ചിരിച്ചോണ്ടിരിക്കുന്നത്? കരയുന്നതിന് പകരം ചിരിക്കാൻ തോന്നുന്നു. എന്തു പറ്റി? ഞാൻ കരഞ്ഞതൊന്നും അല്ല ഗൗരി, ചിരി വന്നിട്ട് ചിരിച്ചതല്ലേ. ചിരി എന്നെ കൊണ്ട് നിർത്താൻ പറ്റുന്നില്ല. അയ്യോ, എന്നെ കൊണ്ട് വയ്യേ. ഇത്രയ്ക്ക് ചിരിക്കാൻ എന്ത് കോമഡി നടന്നേ? കോമഡി നടന്നത് ഇവിടെ അല്ല ദുർഗ, അങ്ങ് വരദരാജന്റെ വീട്ടില്. അവിടെ എന്തുണ്ടായി? അല്ല, അവരുടെ പേരെന്തോന്നായിരുന്നു? മേനകയോ ഭദ്രയോ എന്താ? കനകദുർഗ. ആ, അവര് തന്നെ. അവരെ ഫൂളാക്കിയത് നല്ല നല്ല രസമായിരുന്നു. നിങ്ങൾ പറ്റിച്ചത് അവിടുത്തെ മുത്തശ്ശി മാത്രമല്ല, ദേവേട്ടനും കൂടിയാ. ആ, വരദരാജൻ അമ്മാവൻ വിശ്വസിച്ചു എന്ന് വെച്ചാ നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചെന്ന അർത്ഥം. ആ, അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ഇയാള് 2-3 തവണ അവർക്ക് സംശയം ഉണ്ടാക്കുന്നത് പോലെ പെരുമാറി. ഏട്ടത്തെ കൈകാര്യം ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ടാ സമാധാനമായിട്ടിങ്ങി തിരിച്ചെത്തിയേ. ഇല്ലായിരുന്നെങ്കി പറ്റിച്ചെന്ന് പറഞ്ഞ് ദേവേട്ടൻ ഞങ്ങളെ അവിടുന്ന് തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയേനെ. നീ വെറുതെ തെറ്റിദ്ധരിച്ചതാ. ഞാൻ അവർക്ക് സംശയം തോന്നാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. എനിക്ക് അവരെ കണ്ടപ്പോ തന്നെ കനകദുർഗയെ ഒരു എരുമയെ പോലെയും വരദരാജനെ ഒരു കാളയെ പോലെയും നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ ഒരു കുറുനരിയെ പോലെയാണ് എനിക്ക് തോന്നിയത്. വെറ്റിനറി ഡോക്ടർ അല്ലേ, അവരെ കുറച്ചു നേരം കളിപ്പിക്കാന്ന് വിചാരിച്ചു. ഇതൊരു ഡ്രാമയാണെന്ന് അവർക്ക് 1-2 ക്ലൂ ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷേ മന്ദബുദ്ധികൾക്കൊന്നും മനസ്സിലായില്ല. വെറും മണ്ടന്മാരാണ്. അതുകൊണ്ട് എനിക്ക് ചിരി അടക്കാനേ പറ്റുന്നില്ല. നിങ്ങളുടെ സഹോദരി ഞാൻ രക്ഷിച്ചല്ലോ. പിന്നെന്താ നിങ്ങളെല്ലാവരുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? മത്സരത്തിനാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. പക്ഷെ ജയിക്കോ തോക്കോന്നോർത്ത് വല്ലാത്ത ഭയമുണ്ട്. ജയിക്കാൻ വേണ്ടിട്ടല്ലേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്? തോറ്റു. മത്സരത്തിൽ തോറ്റുപോകുമെന്നല്ല, ശ്രീദേവി ജയിക്കുവോ തോൽക്കോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടല്ലോ അല്ലേ? ആ സംശയം തോറ്റുപോകുന്ന ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, അല്ല, നിങ്ങൾ ശരിക്കും ഡോക്ടറാണോ? അതെന്താ ഇപ്പോഴും ഡൗട്ട് വന്ന്? നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന കണ്ടിട്ടാ. നിങ്ങളുടെയൊക്കെ ടെൻഷൻ പോകാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത്. നിങ്ങളുടെ സഹോദരി ശ്രീദേവിയുടെ കാര്യം അങ്ങ് മറക്ക്. ഇത്രയും രാക്ഷസന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ തന്നെ ജയിച്ചെന്നങ്ങ് വിചാരിച്ച പോരെ. ഇപ്പൊ മത്സരത്തിന് പോയി ജയിക്കാൻ പോവാ. അവളുടെ പേരിൽ തന്നെ ഒരു ദേവി കൂടെ ഉണ്ടല്ലോ. ദേവി എന്ന് പറഞ്ഞ ആരാ? ദൈവം. ദൈവത്തിനെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? എനിക്ക് യാതൊരു ഭയവുമില്ല. എന്നാ നിങ്ങളുടെ അമ്മായിയുടെ വീട്ടിലെ ആ വരദരാജനും മുത്തശ്ശിയും ടെൻഷൻ അടിക്കുന്ന കണ്ടപ്പോഴേ 2 ഗോഡ്സിലകളും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയത്.
വിശ്വസിച്ചല്ലേ? നിങ്ങൾ നല്ല തമാശ പറയുന്ന ആളാ. അയ്യോ, അവസാനം നിങ്ങൾ ചിരിച്ചല്ലോ. എനിക്ക് ഇത് തന്നെ ധാരാളം. ശിവാനി ഏട്ടത്തിയും ഗൗരി ചേച്ചിയും കൃത്യസമയത്തിന് വന്നെന്നെ രക്ഷിച്ചു. അല്ല, ആ ഡോക്ടറെ അഭിനയിച്ചത് ആരായേട്ടാ? അയാൾ ശരിക്കും ഒരു ഡോക്ടർ തന്നെയാ മോളെ. അഭിനയൊന്നും അല്ലായിരുന്നു. അയാളൊരു മൃഗഡോക്ടറാണെന്നേ ഉള്ളൂ. അടുത്ത ഗ്രാമത്തിലാ താമസം. കന്നുകാലികളെ ചികിത്സിക്കാനായിട്ട് ചിലപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് വരും. പേര് VP രാജു. എന്നെ സഹായിക്കാനായി അദ്ദേഹം വന്നുവെങ്കിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരിക്കും അല്ലേ? ആ വരദരാജന് സംശയം തോന്നാത്ത രീതിയിൽ നിന്നെ പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ശിവാനിയും ഗൗരിയും രാജുവും ഒക്കെ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു മോളെ. എന്നെ ബോക്സിങ്ങിനൊന്നും അയക്കില്ല, മത്സരത്തിന് പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്നും മുത്തശ്ശി എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചു. പക്ഷെ എന്റെ പുറകെ ഏട്ടനുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. പാവം. ഈ മത്സരം കഴിഞ്ഞ് നീ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ നീ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് അവരെല്ലാം വിശ്വസിക്കണം. നീ പുറത്തു വന്നു എന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ അവര് വിചാരിക്കില്ല. ഏട്ടനും ഞാനും വിവാഹത്തിന് ശേഷം ബദ്ധശത്രുക്കളാണെന്നാ വരദരാജൻ അമ്മാവൻ വിചാരിച്ചിരിക്കുന്നെ. പക്ഷെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ നോക്കുമെന്ന് അവർക്കൊരിക്കലും അറിയില്ലല്ലോ ഏട്ടാ. ചേട്ടാ ഒന്ന് നിർത്തിക്കേ, ഞാനും വരുന്നുണ്ട്. ഏട്ടാ ദേ നോക്കി, ശിവാനി ഏട്ടത്തി. എന്താ, ഞാൻ വരുന്നവരെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? അനിയത്തിയെ കണ്ടപ്പോ പിന്നെ നമ്മളെയൊക്കെ മറന്നു എന്നാണല്ലോ തോന്നുന്നേ. നീ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരം പുറകിലാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? നീ സ്കൂട്ടറിലല്ലേ വന്നോണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാവുമെന്ന് ചിന്തിച്ചു. ഇതെന്താ നിങ്ങളുടെ ബുള്ളറ്റ് ആണെന്നാണോ കരുതിയിരിക്കുന്നേ? സ്പീഡിന് പറക്കാനായിട്ട്? പാവം, അവൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് ഒരു തവണയെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ നിങ്ങൾക്ക്? അനിയത്തിയെ തിരിച്ചു കിട്ടിയപ്പോ എന്നെ കുറിച്ച് ഓർക്കുന്നത് പോലും മറന്നുപോയെന്ന് തോന്നല്ലോ. അതിനിപ്പോ എന്താ സംഭവിച്ചത്? നീ ഇപ്പൊ എത്തിയല്ലോ. കഷ്ടപ്പെട്ട് ഞങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത്. നിങ്ങളാണെങ്കിൽ സ്നേഹത്തോടെ ആഗ്രഹത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല. നിങ്ങൾക്കെപ്പോഴും അനിയത്തിമാരുടെ സന്തോഷമല്ലേ വലുത്? എന്റെ ഏട്ടന് ഞാനെന്ന് വെച്ച ജീവനാ. അതെ, നിന്റെ ഏട്ടൻ നിനക്ക് വേണ്ടി ജീവൻ തരുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ കുറഞ്ഞതൊരു ഐസ്ക്രീം പോലും വാങ്ങിച്ചു തരില്ല. ഈ സംസാരത്തിന്റെ ആവശ്യം വല്ലതുണ്ടോ ഇപ്പോ? ഇപ്പൊ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേ. ഗൗതം സ്വന്തം സഹോദരിക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവൻ മാത്രമല്ല, പണവും തരുന്നുണ്ട്. അന്ന് ബോക്സിംഗ് മത്സരത്തിന് ട്രെയിനിങ്ങിന് പോകാൻ 30,000 രൂപ കെട്ടിവെച്ചതും ഗൗതമാണ്. അത് മാത്രമല്ല ശ്രീദേവി, അന്ന് നിന്റെ വീട്ടിൽ വന്നത് പോലും നിന്റെ ഏട്ടനാ. നിന്റെ ബർത്ത്ഡേക്ക് നിനക്ക് സാരി തന്നത് ഓർമ്മയുണ്ടോ? നീയും നിന്റെ ഏട്ടനാണെന്ന് കരുതി ഷർട്ട് കൊടുത്തില്ലേ? നിങ്ങൾ അറിയാതെ തന്നെ അനിയത്തിയും ചേട്ടനും തമ്മിലുള്ള ബന്ധം സ്ട്രോങ്ങാ. എന്ത് കഷ്ടപ്പാട് വന്നാലും കൈവിടാതെ ഏട്ടനുള്ളപ്പോ ആ സ്നേഹം എന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടാവും ഏട്ടത്തി. അതെ, ഒന്ന് നിന്നേ. സുഖമാണോ? സുഖായിരിക്കുന്നേട്ടാ. അല്ല, ഈ സ്ത്രീ ആരാ ഗൗതം? ഞങ്ങളും ഈ ഇടയ്ക്കാ പരിചയപ്പെട്ടെ. സുഖമായിട്ടിരിക്കുന്നോ? സുഖായിരിക്കുന്നു മാഡം. കബഡി ട്രെയിനിങ്ങിനാണോ പോകുന്നേ? ട്രെയിനിങ് ഒന്നും ഇല്ല മാഡം. ഫൈനൽസിൽ പങ്കെടുക്കാൻ വലിയ പാടാ. എന്തു പറ്റി? പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്റെ ഭർത്താവിന് നിങ്ങൾ ബുദ്ധി ഉപദേശിച്ചു. പക്ഷേ അദ്ദേഹത്തിന് മാറ്റമൊന്നുമില്ല. വീണ്ടും എന്നെ മത്സരത്തിന് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞോണ്ടിരിക്കുക ചേട്ടാ. അപ്പോ നിങ്ങളും ശ്രീദേവിയെ പോലെ കഷ്ടപ്പെടുന്നവരാണെന്ന് തോന്നുന്നു. ഇതാരാ? ഇതാണ് ഗൗതമേട്ടന്റെ സ്വന്തം അനിയത്തി. അവളും നിന്നെ പോലെ തന്നെയാ. മോശപ്പെട്ട ഭർത്താവ്, അമ്മാവൻ, മുത്തശ്ശി, അങ്ങനെ എല്ലാരും ഉണ്ട്. എത്ര പേര് വന്ന് തടഞ്ഞാലും ഗൗതം ചേട്ടൻ ഇവളെ ജില്ലാ തലത്തിൽ ബോക്സിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ കൂട്ടിക്കൊണ്ടു പോവാ. എനിക്കും ഇതുപോലൊരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ കബഡി മത്സരത്തിൽ പങ്കെടുക്കുമായിരുന്നു. നിനക്ക് ഈ ചേട്ടനുണ്ട് മോളെ. നിനക്ക് മത്സരം എപ്പോഴാണെന്ന് പറ. ആരെതിർത്താലും നിന്നെ മത്സരത്തിന് ഞാൻ കൂട്ടിക്കൊണ്ടു പോയിരിക്കും. വരുന്ന വെള്ളിയാഴ്ച ഒരു മത്സരമുണ്ട് ചേട്ടാ. അതേപറ്റി മോള് ടെൻഷൻ അടിക്കണ്ട. മത്സരത്തിലെ എതിരാളികളെ എങ്ങനെ നേരിടണമെന്ന് മാത്രം മോള് ചിന്തിച്ചാൽ മതി. നിന്നെ മത്സരത്തിൽ ഞാൻ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. ചേട്ടൻ എന്നെ എങ്ങനെ കൊണ്ടുപോവാനാ? വീട്ടിലുള്ളവര് സമ്മതിക്കില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഗൗതം പറഞ്ഞാൽ അത് വാക്കായിരിക്കും.
അതെ ചേച്ചി, എന്റെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഏട്ടൻ നിങ്ങളെ സഹായിക്കും. ആ ശരി. ഉറപ്പായിട്ടും ജയിക്കുന്നുള്ള വിശ്വാസം നിനക്കുണ്ടല്ലോ. ഉണ്ട് മാഡം. അതുപോലെ ഗൗതം ചേട്ടൻ മത്സരത്തിൽ നിന്നെ കൊണ്ടുപോകുന്നുള്ള വിശ്വാസവും നിനക്ക് വേണം. അതെ മോളെ, മത്സരം വെള്ളിയാഴ്ച ആണെന്നല്ലേ പറഞ്ഞത്. അതുവരെ ധൈര്യമായിട്ടിരിക്കെ. നിന്നെ മത്സരത്തിൽ കൂട്ടിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്വം എന്റേതാ. ശരി ചേട്ടാ. ഓൾ ദി ബെസ്റ്റ് ശ്രീദേവി. താങ്ക് യു ചേച്ചി. നീ മത്സരത്തിൽ ജയിക്കണം. സ്ത്രീകൾ വിചാരിച്ചാൽ എന്തും നേടാൻ കഴിയുമെന്ന് നീ തെളിയിക്കണം. എന്നെ എൻകറേജ് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഒരു സ്ത്രീയുടെ ആഗ്രഹത്തെ നിറവേറ്റാൻ സഹായിച്ചാൽ അവളുടെ ജീവിതത്തിൽ എന്തുമാത്രം ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്ന് പലർക്കും അറിയില്ല ചേട്ടാ. അത് സത്യ. ഗായത്രി ചേച്ചിയെ ഒരു മോശപ്പെട്ടവന് കല്യാണം കഴിച്ചു കൊടുത്തു. ചേച്ചിയെക്കുറിച്ചും ചേച്ചിയുടെ ലക്ഷ്യത്തെക്കുറിച്ചും അറിയാത്ത ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റാതെ ഒരു കാര്യവും വീട്ടിൽ ആരോടും പറയാതെ എന്റെ ചേച്ചി സ്വന്തം ജീവൻ കളഞ്ഞു. ഇനി ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. ഞാൻ ഗായത്രി ചേച്ചിയെ പോലെ ആവില്ല മാഡം. ശ്രീദേവിയെ പോലെ മത്സരത്തിൽ പങ്കെടുത്ത് ഉറപ്പായും ജയിക്കും മാഡം. പക്ഷേ ഇപ്പൊ നീ പോയി വിജയിച്ച് കപ്പുമായി തിരിച്ചു വരണം. ശരി ചേച്ചി. എന്നാ ഞാൻ പോട്ടെ ചേട്ടാ. ശരി മോളെ, സൂക്ഷിച്ചു പോ. പോയിട്ട് വരാം മാഡം. പെൺകുട്ടികൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ എന്താണെങ്കിലും അവർ നേടിയെടുക്കും. നീതിയും അവകാശവും നേടിയെടുക്കേണ്ട പെൺകുട്ടികൾക്ക് അവർക്കൊപ്പം എപ്പോഴും ഈ ഗൗതം കൂടെ ഉണ്ടാവും ശിവാനി. അത് ഞാൻ ഉടനെ ചെയ്ത് കാണിക്കും. മത്സരത്തിന് സമയമായി, വാ പോകാം. എന്റെ ഏട്ടിന്റെ സ്പീഡിലൊന്നും നിങ്ങൾക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. തൽക്കാലം ഞാൻ ഓടിക്കാം, നിങ്ങൾ ബാക്കിലിരിക്കും. എന്റെ കണ്ണ് വെട്ടിച്ച് ശ്രീദേവി ഈ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരിക്കാനല്ലേ വരുന്നത്. ഇനി എന്റെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. എടി ശ്രീദേവി, നീ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചാൽ അതെന്തുമാത്രം ആപത്തി ചെന്ന് പെടുമെന്ന് നിനക്ക് ഞാനിന്ന് മനസ്സിലാക്കി തരാം. അവരാരും ഇവിടെ കാണുന്നില്ലല്ലോ. ഗൗതം ഇനി ഇവിടെ എത്തിയില്ലേ? ഞാൻ ഷോർട്ട് കട്ട് വഴി വന്നതുകൊണ്ട് വേഗം എത്തിയതാണെന്ന് തോന്നുന്നു. സാരമില്ല, തൽക്കാലം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ഹലോ സർ. പറയൂ, നിങ്ങളുടെ സ്റ്റുഡൻസ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഞാൻ കോച്ചല്ല, പോലീസ് ഇൻസ്പെക്ടർ. ഇതാണ് എൻ്റെ ID കാർഡ്. ഓ സർ, പറയൂ സർ, എന്താ സർ വന്ന്? ഡിസ്ട്രിക്ട് ലെവലിൽ ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുവെന്ന് അറിഞ്ഞു. ഇവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? സർ, ഇതെല്ലാം പ്രൊഫഷണലായി നടക്കുന്ന മത്സരമാണ് സർ. ഇവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും ആരൊക്കെയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്? അവരുടെയൊക്കെ പേരെന്ന് പറഞ്ഞേ. പ്രജ്വല, ജ്യോതിർമയി, കിരൺമയി, ശ്രീദേവി, അനുഷ, കനിഷ്ക, മേരി, നസീമ. അഭിമാനം തോന്നുന്നു. പെൺകുട്ടികളെ എല്ലാവരെയും എൻകറേജ് ചെയ്ത് ഡിസ്ട്രിക്ട് ലെവൽ വരെ അവരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ
അവരുടെ പാരൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. സ്ത്രീകൾ ഒരിക്കലും പിന്നോക്കം നിൽക്കുന്നവരല്ലെന്ന് അവര് തെളിയിച്ച് കാണിക്കും സർ. ശരി, പൊയ്ക്കോളൂ. ഓക്കെ സർ. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. മത്സരം തുടങ്ങാൻ ഇനിയും 10 മിനിറ്റ് ഉണ്ട്. ശ്രീദേവി